ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 15, പേജ് നമ്പർ 586. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. പദാനുപദം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ദേവ, ഹേ ഭഗവാൻ, തവ അങ്ങയുടെ ദേഹേ ദേഹത്തിൽ ദേവാൻ ദേവന്മാരെയും തഥാ അപ്രകാരം സർവാൻ എല്ലാ ഭൂതവിശേഷസംഘാൻ വിശേഷിച്ച് ഒത്തുകൂടിയ ജീവജാലങ്ങൾ കമലാസനസ്ഥം കമലാസനസ്ഥനായ ബ്രഹ്മാണം ബ്രഹ്മാവിനെയും ഈശം ശിവനെയും സർവൻ ഋഷീൻ ച സകല ഋഷികളെയും ദിവ്യാൻ ദിവ്യങ്ങളായ ഉരഗാൻ ച ഉരഗങ്ങളെയും സർപ്പങ്ങളെയും പശ്യാമി ഞാൻ ദർശിക്കുന്നു. വിവർത്തനം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല, താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. ഭാവാർത്ഥം. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അർജുനൻ കാണുകയാണ്. അതുകൊണ്ട് സൃഷ്ടിജാലത്തിൽ ആദിമനായ ബ്രഹ്മാവിനെയും പ്രപഞ്ചത്തിൻ്റെ അധസ്ഥലങ്ങളിൽ ഗർഭോദകശായി വിഷ്ണുവിന് മെത്തയായുള്ള ദിവ്യ സർപ്പത്തെയും ആദ്യമായി കണ്ടുവെന്ന് പറയുന്നു. ഈ സർപ്പശയ്യയുടെ പേരാണ് വാസുകി. വാസുകി എന്ന പേരിൽ മറ്റു സർപ്പങ്ങളുമുണ്ട്. ഗർഭോദകശായി വിഷ്ണു മുതൽ പ്രപഞ്ച സർഗത്തിൻ്റെ മുൾമുനയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ കമലാകൃതിയിലുള്ള ഗ്രഹം വരെ അർജുനൻ കാണുന്നുണ്ട്. തേരിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർഗാരംഭം മുതൽ അന്ത്യം വരെ ദൃശ്യമായെന്നർത്ഥം. ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമാണ് അർജുനന് ഇത് സാധിച്ചത്. ഹരേ കൃഷ്ണ.